ഹലോ ഗായ്സ്, മീ ആൻഡ് മൈ കിഡ്സിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടിൽ എങ്ങനെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നോക്കിക്കോ, ഞാനിങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് കുറച്ച് കരിമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കരിമ്പ് ജ്യൂസൊക്കെ കുടിക്കാൻ പുറത്തൊക്കെ പോകലാണല്ലോ പതിവ്. അപ്പോൾ നമുക്കിതെങ്ങനെ വീട്ടിൽ കരിമ്പ് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ. ഞാൻ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണ്. ഞാൻ ഒരു പരീക്ഷണം നടത്തുകയാണ്. നോക്കി നോക്കാം. ഇതിൻ്റെ തോല ആദ്യമായിട്ട് ഇങ്ങനെ നല്ല റഫായിട്ടുള്ള തോലാണല്ലോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പൊളിച്ച് കളയണം കേട്ടോ. കത്തി എടുത്തിട്ട് കൈ പോവാണ്ട് ശ്രദ്ധിക്കണം. കണ്ടോ, ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊന്ന് ചെത്തി കൊടുക്കണം. ഇങ്ങനെ ചെത്തി കൊടുക്കുക. ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കേട്ടോ. കൈ പോകാൻ പാടില്ല. അതാ കണ്ടില്ലേ, ഇങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം മാത്രമായിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. അതേപോലെ അടുത്ത് എടുത്തിട്ട് വീട്ടിൽ പല്ലില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ജ്യൂസ് ആക്കി കൊടുക്കാം. ചെറിയ കുട്ടികൾക്കും ഒക്കെ എളുപ്പത്തിൽ ജ്യൂസ് കുടിക്കാൻ നമുക്ക് ആക്കി കൊടുക്കാം. ഇതെൻ്റെ ഒരു വിശ്വാസമാണ്, ഇത് ശരിയാകും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം. കണ്ടോ, കുറച്ച് ക്വാണ്ടിറ്റി ആണ് കേട്ടോ എടുക്കുന്നത്. കാരണം ഇത് സക്സസ് ആകുമോ എന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ
ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, എന്താവുന്നൊന്നും അറിയില്ല. ദയവായി ഓരോ കൈകൾ വരികയാണ്. അങ്ങനെ ഇവരോട് ഞാൻ നേരത്തെ കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ആർക്കും വേണ്ടായിരുന്നു. ഞാനിതിപ്പോൾ ചെറിയ പീസസ് ആക്കിയിരിക്കുന്നു. അവർക്കൊക്കെ ഇഷ്ടമായി തുടങ്ങി. എന്തായാലും ഞാൻ കഴിക്കാൻ പോകുന്നു പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി കാട്ടിത്തരാം. ഓക്കെ, അങ്ങനെ അത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ വേണ്ടോ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിൽ കുറേശ്ശെ ഇതിനുള്ളിലേക്ക് നിറയ്ക്കണം. അതുണ്ടോ ഏകദേശം ഞാൻ ഇത്രയും നിറച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിറച്ചു പൊടിച്ചിട്ട് വരാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. സോ ഞാൻ ഇത്തിരി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്, ഒരു സ്വല്പം മതി. ഇങ്ങനെ ഒഴിച്ചു, ഇത് അടച്ചു. ഇങ്ങനെ കിട്ടും കേട്ടോ, കണ്ടില്ലേ, ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് ഇടണം. പ്ലേറ്റിലേക്ക് ഇടാണ് കേട്ടോ, അങ്ങനെ ആയിരിക്കണം. ഇത്രയും നമ്മൾ അരച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊന്ന് ആഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ഇതെന്ന് പറയുന്നത്, നമുക്കിതിനെ രണ്ട് രീതിയിൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ പിഴിയുന്ന പോലെ തുണിക്കുള്ളിൽ ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ കൈ കൊണ്ട് ഇഷ്ടമില്ലാത്തവർക്ക് തുണിക്കുള്ളിൽ പിഴിഞ്ഞെടുക്കാം. കൈ കൊണ്ട് പിഴിയുന്നതിന് മുമ്പ് കൈ നല്ല വൃത്തിയാക്കി കഴുകുക കേട്ടോ. കണ്ട, നമ്മൾ ഒന്നും കൂടി അരിച്ചെടുക്കും കേട്ടോ. ഇത് ഇങ്ങനെ പിഴിയുമ്പോൾ അതായത് അമർത്തി പിഴിയണം കേട്ടോ. റെഡി ആവുന്നുള്ളൂ അമ്മ. തരാലോ, ജ്യൂസ് ഉണ്ടാക്കാം. ഇതെങ്ങനെ പിഴിയണത്? ഇത് പിഴിയുന്നതിൻ്റെ നീര് കിട്ടാൻ ഇതിങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അപ്പോൾ പിഴിഞ്ഞിട്ട് നീരെടുക്കുക. നീരെടുത്തിട്ട് അത് ഇതെങ്ങനെ ഇത്ര വെള്ളം വരുന്നത്? ഇല്ല, അമ്മ ഇത്തിരി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മധുരത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് മധുരം ഇഷ്ടമാണ്. പിന്നെ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മളിതിനെ അരിച്ചെടുക്കാനുള്ളത് ഇതാണോ, ഇത്രയും ഇത് പിഴിഞ്ഞിട്ട് കിട്ടിയതാണ്. ഇതിനെ നമ്മൾ അരിച്ചെടുക്കാനുള്ളതാണ് അടുത്ത ഓപ്ഷൻ. ഉള്ളിൽ കുറച്ചും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ലൈം ചേർക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് കുടിക്കുമ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ ലൈം ചേർക്കാറുണ്ട്, പുതിനയുടെ ലീഫ് ചേർക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവർക്ക് ലൈം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ലൈം ഇതിൻ്റെ ഒപ്പം ചേർക്കേണ്ടെന്നുള്ളതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജ്യൂസ് എടുക്കുക. ഓക്കെ, സൂപ്പർ. ഒന്ന് കുടിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ.